ഏപ്രിൽ 13 അമേരിക്ക ഇറാനുമേൽ ഒരു നാവിക ഉപരോധം ഏർപ്പെടുത്തി. ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് എന്താണ് നാവിക ഉപരോധം. നാവിക ഉപരോധം ഏർപ്പെടുത്തി, അതുകൊണ്ട് കുറെ കോൺസിക്വൻസസ് ഉണ്ട് എന്നെല്ലാം നമുക്കറിയാം. പക്ഷെ എന്താണ് ആക്ച്വലി ഈ നാവിക ഉപരോധം, അത് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ അതുകൊണ്ട് ഇന്ത്യക്ക് എന്തൊക്കെ സംഭവിക്കാം അതും നമുക്ക് നോക്കണം. ഞാൻ വിനയ, പുതിയൊരു ലോകവാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 13 അമേരിക്ക ഇറാന്റെ മേൽ നാവിക ഉപരോധം ഏർപ്പെടുത്തി. അപ്പൊ എന്താ ഈ നാവിക ഉപരോധം? നേവൽ ഫോഴ്സസിനെ യൂസ് ചെയ്തിട്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ കോസ്റ്റൽ ഏരിയ തടയുന്നു. അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തേക്കുള്ള കപ്പലുകളുടെ പോക്കും വരവും തടയുന്നതിനെയാണ് നമ്മൾ ശരിക്കും നേവൽ ബ്ലോക്കേഡ് അല്ലെങ്കിൽ നാവിക ഉപരോധം എന്ന് പറയുന്നത്. അമേരിക്കയ്ക്ക് ഇത് സ്ഥിരം പണിയാണ്. ക്യൂബയിലെ മിസൈൽ ക്രൈസിസ് വന്ന ആ സമയത്ത് ക്യൂബയിലും അവര് ഇങ്ങനെ ഒരു നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. സോ ഇവിടെയും അത് തന്നെയാണ്. ഇറാനെ സാമ്പത്തികമായിട്ട് തകർക്കുക, അതുപോലെ തന്നെ അവരുടെ ആയുധങ്ങള്, ഷിപ്പ് യൂസ് ചെയ്തിട്ടാണ് കുറെ ആയുധങ്ങള് ഇറാന്റെ കോസ്റ്റിലേക്ക് എത്തുന്നത്. സോ അങ്ങനെയുള്ള ആയുധങ്ങളുടെ വരവ് തടയുക, അവരെ സാമ്പത്തികമായിട്ട് തകർക്കുക, അതുപോലെ തന്നെ അവർക്കൊരു ഇമോഷണൽ അറ്റാക്ക് കൊടുക്കുക. ഈ 3 ഉദ്ദേശങ്ങളോട് കൂടിയാണ് സാധാരണയായിട്ട് ഈ നാവിക ഉപരോധം അമേരിക്ക നടത്താറുള്ളത്. അപ്പോ അതാണ് ബേസിക്കലി നാവിക ഉപരോധം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അടുത്ത കാര്യം, ഇങ്ങനെ ഒരു നാവിക ഉപരോധം ഇറാനിൽ സംഭവിച്ചു, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ്. അപ്പോ ഇങ്ങനെ ഒരു സ്ട്രാറ്റജിക് പോയിന്റിൽ ഒരു നാവിക ഉപരോധം സംഭവിച്ചാൽ അത് എന്തുകൊണ്ടാണ് ഇന്ത്യയെ ബാധിക്കുന്നത്? നമുക്കറിയാവുന്ന കാര്യമാണ്. ഫസ്റ്റ് വൺ, ഓയിൽ ക്രൈസിസ് അല്ലെ. ഇന്ത്യ 85% ഇമ്പോർട്ടഡ് ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കൺട്രിയാണ്. അതുപോലെ തന്നെ ആ ഇമ്പോർട്ടഡ് ഓയിലിന്റെ 20% വരുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് വഴിയാ. സോ ഇന്ത്യയിലേക്ക് ആവശ്യത്തിന് എണ്ണ വരില്ല. ഓട്ടോമാറ്റിക്കലി ഫ്യൂവലിന്റെ പ്രൈസ് റൈസ് ചെയ്യും. ഡീസലിന്റെയും പെട്രോളിന്റെയും ഈവൻ LPGയുടെ വരെ പ്രൈസ് റൈസ് ചെയ്യും. പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലേഷനിലേക്ക് മാറും. എന്ന് വെച്ചാല് വിലക്കയറ്റം, സാധനങ്ങളുടെ വില കുത്തനെ ഉയരും. ആളുകൾക്ക് അത് അഫോർഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം സംഭവിക്കും. അതുപോലെ തന്നെ പിന്നെ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണ് രൂപയുടെ മൂല്യയിടിയും. അതായത് നമ്മള് ഡോളറിലാണല്ലോ ഓയിൽ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്രോ ഡോളർ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഡോളറിൽ ഓയിൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ വിലക്കയറ്റം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ഓയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ രൂപയുടെ മൂല്യം ഇടിയും. അപ്പോൾ വേറൊരു പ്രശ്നം ഉണ്ടാവും. നിഫ്റ്റി, സെൻസെക്സ് പോലെ ഉള്ള സ്റ്റോക്ക് മാർക്കറ്റുകൾ താഴേക്ക് പോകും. അമേരിക്കയുടെ തീരുമാനം അനുസരിച്ച് ഇത് മുകളിലേക്ക് പോവുകയും താഴേക്ക് ഇറങ്ങുകയും ചെയ്യും. അത് നമ്മുടെ മാർക്കറ്റിനെ ചെറുതായിട്ട് അല്ല, നല്ല രീതിയിൽ തന്നെ ഉലയ്ക്കും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ. ഇതുകൂടാതെ നമ്മുടെ ഡയസ്പോറ അവിടെ ഉണ്ട്, അവർക്ക് ഇഷ്യൂസ് ഉണ്ടാവും. അത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ മേജർ ഫോക്കസ് ഓയിലിന്റെ പ്രൈസിൽ ഉണ്ടാവുന്ന റൈസിന് തന്നെ ആയിരിക്കും. ഇപ്പോ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിലൂടെ ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷ എന്ന് പറയുന്ന നമ്മുടെ നേവിയുടെ അകമ്പടിയോടുകൂടി നമ്മൾ കുറച്ച് കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുവഴി ഓയിൽ ഇന്ത്യയിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ റഷ്യയുമായിട്ടും എല്ലാം നമുക്ക് ഓയിൽ ട്രേഡ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെ വിശ്വസിക്കാം. എന്ത് തന്നെയായാലും അടുത്ത ദിവസങ്ങൾ എന്ത് നടക്കുമെന്ന് ഇരുന്ന് കാണാം. അതുവരേക്കും താങ്ക് യു.